ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് എടുത്തു വെച്ചതാണ് 2-3 ഡെക്കെന്ന്. കാരണം ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ ഒരുപാട് സമയമാവും. സോ അതുകൊണ്ട് ഞാൻ ചെയ്തു വെച്ചു. ഓക്കെ, നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പൈൽ 1, പൈൽ 2, പൈൽ 3 ഉണ്ട്. പൈൽ 1 ഈ ക്ലിയർ ക്രിസ്റ്റൽ ലോട്ടസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പൈൽ ട്രയാങ്കിൾ ഈ പിരമിഡ്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണിത്. കളറ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, സെക്കൻഡ് വൺ. തേർഡ് വൺ ഇതൊരു 7 ചക്രയുടെ ഒരു സൺ പോലെയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ഓക്കെ, പൈൽ 1, പൈൽ 2, പൈൽ 3. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1, 2, 3 എന്ന് വെച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഞാൻ നമ്പേഴ്സ് 1, 2, 3 എന്ന് മേലെ ഇടാം, കാരണം ഇത് ഞാൻ മാറ്റാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പൈൽ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിതിൻ്റെ ലൈക്ക് നമ്പേഴ്സ് 1, 2, 3 എന്നുള്ളത് മേലെ കൊടുക്കും. സോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പൈൽ 1കാർക്ക് നമുക്ക് ടാരോ എന്ന് ആദ്യം വെച്ചിട്ടുള്ളത് 2 ഓഫ് സോർഡ്സ്, 4 ഓഫ് പെന്റിക്കിൾസ്, 2 ഓഫ് wands ആൻഡ് 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, എല്ലാ കാർഡും എടുത്തേക്കാം, ബിക്കോസ് നിങ്ങൾക്ക് മെസ്സേജസ് മാത്രം എന്ന് പറയാനല്ലേ നമ്മൾ. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ്, ഓപ്പർച്യൂണിറ്റി, ഓക്കെ, റിസോഴ്സ്ഫുൾനെസ്, ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ കാണുന്നത്, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. 2 സിറ്റുവേഷൻ ഉണ്ടാവാം, അതിൽ നിന്ന് ഏത് വേണം എന്നുള്ള ചോയ്സ് ആയിരിക്കും. 2 കാര്യങ്ങളിൽ തമ്മിലുള്ള ചോയ്സ് ആയിരിക്കാം. എന്ത് കാര്യത്തിലായാലും ഓക്കെ, ഇത് എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് മാച്ച് ആവും. ജോലി, 2 ജോലിയിൽ ഏത് വേണം, 2 പേഴ്സൺ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ 2 പേഴ്സൺ, അതിലേത് വേണം, മാരേജ് ചെയ്യണോ പഠിക്കണോ, അതിനോ അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, പാരൻസ് ഒന്ന് പറയുന്നുണ്ട്, മറ്റുള്ളവരൊന്ന് പറയുന്നുണ്ട്. സോ അതിലേത് വേണം. സോ അങ്ങനെ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുടെ മനസ്സിലൊരു ഡിസിഷൻ എടുക്കുന്ന, ഐ തിങ്ക് ഇന്നലത്തെ നമ്മുടെ ഗൈഡൻസിലും മറ്റുണ്ടായിരുന്നു അല്ലേ, നിങ്ങളൊരു ചോയ്സ് എടുക്കുന്ന സമയമാണ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഏതാണ് ബെറ്റർ, ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിയാവോ തെറ്റായി പോവോ എന്നൊക്കെയുള്ള ചിന്ത, അങ്ങനെയൊക്കെ ആയിട്ട്. ഓക്കെ, കൺഫ്യൂഷൻ. പക്ഷേ ഇവിടെ നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെൻഷൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഐ തിങ്ക് നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. നിങ്ങൾ അവനവനെ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യണം, അതായത് ഈ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിയാണ്. ഓക്കെ, പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സമയമായി. ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സസ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ 2 ആയിരിക്കില്ല, ഇതിൽ കൂടുതലായിരിക്കാം. നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്ത് കാര്യമാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം മുന്നോട്ട് നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കരിയർ ആണോ എനിക്ക് ഇമ്പോർട്ടൻറ്റ്, പൈസ ഉണ്ടാക്കുന്നതാണോ ഇമ്പോർട്ടൻറ്റ്, അതോ ഞാൻ കുറച്ചുകൂടി പഠിക്കണോ, അതോ മാരേജ് ചെയ്യണോ, വട്ടെവർ, എല്ലാം കൂടി ഐ തിങ്ക് ഒരു നിങ്ങളുടെ മൈൻഡിൽ മറ്റുള്ളവർ പറയുന്നതും എല്ലാം കൂടെ ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ അത് കാരണം നിങ്ങൾ ആക്ച്വലി ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ തടഞ്ഞു വെക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഓക്കെ, എന്ത് തന്നെ തീരുമാനമായാലും ശരി, അതിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ കാര്യം അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, ഇതിൽ ഏത് പാത്ത് അല്ലെങ്കിൽ ഏത് കാര്യം നിങ്ങൾ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണോ അതങ്ങോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട, നിങ്ങൾ അവനവനെ സ്റ്റോപ്പ് ചെയ്യേണ്ട. ഓക്കെ, കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മളോട് പറയും ചില കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിനെ അറിയാം. ഓക്കെ, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക ആദ്യം. ഓക്കെ, വളരെ കാമായിട്ടിരുന്ന് രാത്രി കിടക്കുന്ന സമയത്തോ അതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ടോ ഒക്കെ കുറച്ച് നേരം ശാന്തമായിട്ട് നിങ്ങളുടെ മനസ്സിനെ വെക്കാം. ഓക്കെ, മനസ്സിനെ അങ്ങനെ ശാന്തമാക്കി വെച്ച് നല്ലോണം ഡീപ് ബ്രീത്ത്സ് എടുക്കാം. ഓക്കെ, എല്ലാ ടെൻഷനും റിലീസ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളിരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്ന് ദൈവത്തിനോട് പറയാം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കൊരു വഴി കാണിച്ചു തരൂ എന്ന് നിങ്ങളൊന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ
പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യത്തെ ഒരു കാര്യം വരും. ഫസ്റ്റ് തോട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് തോട്ട് തന്നെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ അല്ല ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നോ, അവിടെ തെറ്റി. ഓക്കെ, ഫസ്റ്റ് തോട്ട് എന്ത് വരുന്നോ അതിനെ നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. അത് തെറ്റായാലും വിരോധമില്ല, നിങ്ങൾ പേടിക്കുക വേണ്ട. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യേണ്ട, നിങ്ങൾ അവനവനെ സ്റ്റോപ്പ് ചെയ്യേണ്ട. കാരണം ആ തെറ്റായ വഴിയിൽ പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ അങ്ങോട്ട് ഗൈഡ് ചെയ്യുന്നത്. നോ പ്രോബ്ലം, അത് മുന്നോട്ട് പോകും. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് റോങ് ഡിസിഷൻ എടുത്താലും, ഏത് റോങ് വഴിയിൽ നിങ്ങൾ പോയാലും, ഓക്കെ, അവിടെ നിന്നും നിങ്ങൾക്ക് എന്തോ പഠിക്കാനുണ്ടാവും. നിങ്ങൾ റൈറ്റ് വഴിയിലേക്ക് നിങ്ങൾ അവസാനം എത്തും. ഓക്കെ, പഠിക്കുക വേണ്ട. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നോ അതിനെ ഇപ്പോൾ എടുക്കൂ, തൽക്കാലം നിങ്ങൾ ചെയ്യാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി യെസ്, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ് ആവുന്നുണ്ട്. ആ കൺഫ്യൂഷന് പുറത്തു വരാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ഇത് പറയുന്നത് റിസോഴ്സ്ഫുൾനെസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ആണ്. സോ നിങ്ങളുടെ കയ്യിൽ എല്ലാം വേണ്ട, ആവശ്യത്തിന് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്തും ഫേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തെറ്റായ വഴിയിൽ പോയി എന്ന് വിചാരിച്ചോളൂ, സാരമില്ല. ഓക്കെ, അവിടെയും നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, അത് പഠിക്കാനുള്ള ഒരു ലെസൺ ആയിരിക്കും. ആൻഡ് അവിടെ നിങ്ങൾക്ക് എന്തും ഓവർകം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, യെസ്, വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് വഴികൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവും ഉണ്ട്. നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട് യൂണിവേഴ്സ്, അത് നിങ്ങളെടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഈ കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിനെ ആക്ച്വലി നിങ്ങൾ ഇത്ര ആലോചിച്ച് കൺഫ്യൂസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. നമ്മൾ പറയാറുണ്ട് അല്ലേ, അധികം കാത്തിരുന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന്. സോ അങ്ങനെ ഒരു അവസ്ഥ വരും. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തൽക്കാലം അത് അങ്ങോട്ട് എടുത്ത് മുന്നോട്ട് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, സോ അതാണ് പൈൽ 1 വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മെത്തേഡും പറഞ്ഞു തന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് ആലോചിക്കേണ്ടതെന്ന് എഴുതി നോക്കുക വേണമെങ്കിൽ. ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കുക, ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇന്ന കാര്യം ചെയ്താൽ എന്താണ്, ഈ പ്ലസ് ആൻഡ് മൈനസ് എന്താണ്, ഇതിൽ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, എല്ലാം എഴുതി നോക്കുക വേണമെങ്കിൽ. ചിട്ടിട്ട് നോക്കുക, ടോസ് ചെയ്ത് നോക്കുക. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു സീക്രട്ട് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് ചിലവർക്കൊക്കെ അറിയായിരിക്കും. ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ് ഓ ടെയിൽ പറയും അല്ലേ, ഹെഡ് ഓ ടെയിൽ പറഞ്ഞ് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അത് കയ്യിലോ നിലത്തോ തിരിച്ച് താഴെ വന്ന് വീഴുമ്പോൾ അതിൽ വരുന്ന ഹെഡ് ഓ ടെയിൽ അല്ല ശരിക്കും നമ്മുടെ ആൻസർ. ഇത് എയറിൽ നിൽക്കുമ്പോൾ നമ്മൾ ടോസ് ചെയ്തിട്ട് നമ്മൾ പറയും യെസ്, ഹെഡ് വന്നാൽ ഇന്ന കാര്യമാണ്, ടെയിൽ വന്നാൽ ഇന്ന കാര്യമാണെന്ന് നമ്മൾ പറയും. ആദ്യമേ നമ്മൾ തീരുമാനിച്ചു വെക്കും. പക്ഷേ ഈ ടോസ് ചെയ്ത് കോയിൻ മേലെയുള്ള സമയത്ത് നമുക്ക് ആ ഹെഡ് വരണം, അല്ലെങ്കിൽ ടെയിൽ വരണം, അല്ലെങ്കിൽ യെസ് വരണം, അല്ലെങ്കിൽ നോ വരണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പറയും. നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു സെക്കൻഡിന് നമുക്ക് തോന്നും ഈശ്വര ഇത് വരണേ എന്ന് പറയും നമ്മൾ. അതാണ് ആൻസർ നിങ്ങളുടെ. ഓക്കെ, അല്ലാതെ കോയിൻ ടോസിൽ കോയിൻ അല്ല കാര്യം, നിങ്ങളുടെ മനസ്സാണ് കാര്യം. ഓക്കെ, സോ പൈൽ 1 നിങ്ങൾക്ക് അതാണ്. ഞാൻ കുറേ മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ. ഓക്കെ, വേറെ ഇഷ്ടംപോലെ വഴികളുണ്ട്. ഓക്കെ, ആരോടെയും അഡ്വൈസ് ചോദിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, സോ പൈൽ 2 പോകാം നമുക്ക്. ഓക്കെ, ഷോർട്ട് റീഡിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പൈൽ 2 നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് എന്താണ് മെസ്സേജ് തരുന്നത്? ഓക്കെ, റിമെയിൻ പോസിറ്റീവ്, നോ നീഡ് ടു വറി, dances on one foot below the wisp. Okay, temperance, 4 of wands, 3 of swords, magician. Okay. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടാവാൻ ചിലവർക്ക്. ഹാർട്ട് ബ്രേക്ക് അത് എന്ത് റീസൺ കൊണ്ടും ആവാം, റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നിങ്ങൾക്കൊരു വിഷമം നിങ്ങൾ വല്ലാതെ അനുഭവിച്ചായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ, എന്താ പറയാ. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ബാലൻസ് വരുമെന്നാണ്. അതായത് നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക ആദ്യം. ഓക്കെ, ഒരുപാട് നിങ്ങൾ വിഷമം, ഡിപ്രഷൻ, കാര്യങ്ങളൊന്നും നടക്കില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ വിഷമങ്ങളെ കിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങളോട് പുറത്തു വരാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പക്ഷെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വിഷമം ആലോചിച്ച് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ
നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇമോഷണൽ ആയ എന്തോ കാര്യമാണ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾ എന്തെങ്കിലും യുനോ ഓഫീസിൽ വല്ല സാഹചര്യം ഉണ്ടായതായിരിക്കാം, വീട്ടിൽ വല്ല സാഹചര്യങ്ങൾ ഉണ്ടായതായിരിക്കാം, റിലേഷൻഷിപ്സിൻ്റെ വല്ല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണലായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ അങ്ങനെ നിങ്ങൾ ഒരുപാട് വിഷമം അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടിക്കലായി കൂടി ചിന്തിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് അല്പം അവനവനെ ഒന്ന് ബോൾഡാക്കി കൊണ്ടുവരിക. ഓക്കെ, ഒന്ന് മാറ്റി കൊണ്ടുവരിക എന്ന രീതിക്കാണ് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ ആദ്യം നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണം. ഈ ഒരു വിഷമം ലൈക്ക് ആ ഡിപ്രഷൻ ഫേസിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരണം, സാഡ്നെസ് നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരണം. ഓക്കെ, ഇമോഷണൽ മാറിയിട്ട് ഒരു അല്പം കൂടി പ്രാക്ടിക്കൽ കൂടി നിങ്ങൾ ആവാൻ തുടങ്ങണം. അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സക്സസ് നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് വരും, ഉറപ്പായിട്ടും വരും. പക്ഷേ അതിനാദ്യം നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണം. ഓക്കെ, സോ ഇവിടെ വേറൊരു കാര്യം, ബാലൻസിങ് ആക്ട് എന്നും പറയുന്നുണ്ട്. ടെമ്പറൻസ് ആണ്, ടെമ്പറൻസ് പോലെ തന്നെയാണ് നമുക്ക് ബാലൻസ് എന്ന് പറയാം. ഓക്കെ, ആക്ച്വലി ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ ട്രഷേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വിഷമത്തിന്റെ ഫേസിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഈ സക്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വരാൻ പോകുന്ന സക്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളിപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഇമോഷണൽ ഫേസിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും വരും എന്ന് നിങ്ങൾക്ക് കാണാനേ സാധിക്കുന്നില്ല. ബിക്കോസ് ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പം നിങ്ങളുടെ അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളോട് പറയുന്നത് ലേശം ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്, ലേശം ഒന്ന് അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം നിങ്ങൾ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. ഓക്കെ, നിങ്ങൾക്കതൊന്ന് മാനേജ് ചെയ്തെടുക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പുറത്തു വന്നാൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ട്രഷേഴ്സ് കാണുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ചില വിന്നിങ്, ചില സക്സസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വല്ല കരിയറിൽ നിങ്ങൾക്ക് വല്ല ഗ്രോത്ത് ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം, മാരേജ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സക്സസ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു സക്സസ്, അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിന്നിങ് അത് വരും. പക്ഷെ ആ വിന്നിങ് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു വിഷമത്തിന്റെ അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് പോസിറ്റിവിലേക്ക് വരണം. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എത്രത്തോളം വിഷമം വന്നാലും ശരി, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നല്ലത് വരാനുണ്ടാവും എന്ന് നിങ്ങൾ മൈൻഡിനെ പോസിറ്റീവ് ആക്കി വെക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നോ നീഡ് ടു വറി എന്നും പറയുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഒരു വിഷമത്തിന്റെ ഫേസ്, ഓക്കെ, അത് നിങ്ങൾ താൽക്കാലികമാണ്. ഓക്കെ, ആ വിഷമത്തിന്റെ മേലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെ വളരെ നല്ലത് എന്തോ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സങ്കടങ്ങൾക്ക് മേലെ, ഓക്കെ, ആ സങ്കടങ്ങൾ നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചോ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ആക്ച്വലി നിങ്ങൾക്ക് സക്സസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണോ നിങ്ങളെ വേദനിപ്പിച്ച് അതിന്റെ ഇരട്ടി സക്സസ് നിങ്ങൾക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ വേദനിപ്പിച്ച ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ആ സക്സസ് കാണിക്കാൻ സാധിക്കും. എന്താണോ നിങ്ങളെ ലൈക്ക് തളർത്തിയത്, ഓക്കെ, അതിൻ്റെയൊക്കെ ഇരട്ടി വിൻ നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം, പോസിറ്റീവായിട്ട് വരണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വിഷമത്തിന്റെ ഫേസിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തു വരണം എന്നാണ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ച സക്സസ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ കാര്യങ്ങൾ എല്ലാം നടക്കും. ഓക്കെ, മൈൻഡിനെ പക്ഷെ പോസിറ്റീവാക്കി കൊണ്ടുവരാം. കാരണം നിങ്ങൾ മനസ്സിലാക്കാതെ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ എന്താ പറയുക വേണം വെച്ച് നിങ്ങളെ വിഷമിപ്പിക്കില്ല. ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തോ വളരെയധികം നല്ല ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുന്നുണ്ട് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതും ആക്ച്വലി ഇവിടെ കണ്ടോ ഗിഫ്റ്റ് ഒക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ്സ് കിട്ടും, ആ സക്സസ് നിങ്ങൾക്ക് വരും. പക്ഷേ ഒരു വിഷമം അനുഭവിക്കേണ്ടി വന്നു. അത് നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളെ അത് മേ ബി ബോൾഡ് ആക്കാനായിരിക്കാം, നിങ്ങളെ കുറെ കൂടി ബെറ്റർ ആക്കാനായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് വേറെ നല്ലത് എന്തോ കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണ് ചില വിഷമങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഒന്ന് ഹാപ്പി ആയിട്ട് പോസിറ്റീവായി തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ആ കഴിവുണ്ട്. ഓക്കെ, സോ തേർഡ് പൈലിലേക്ക് പോകാം നമുക്ക്. തേർഡ് പൈൽ എന്താ പറയുന്നത്? ക്വീൻ ഓഫ് സോർഡ്സ്, 5 കപ്സ്, ഹാങ്മാൻ, ഹാങ് ടെഡി. ഓക്കെ, ടവർ കാർഡ്. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് പൈൽ 2 ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഫീൽ ചെയ്തു എനിക്ക്. ഫുൾസ് എംബ്രേസ് ട്രാൻസ്മ്യൂട്ടിങ് പെയിൻ. ഓ യാ, പൈൽ 2 കാണണമെങ്കിൽ നിങ്ങൾ പോയി കാണാം. ആക്ച്വലി 2 ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് പോയിട്ട് പൈൽ 2 കാണണമെങ്കിൽ ഒന്നുകൂടി കാണാം കേട്ടോ. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തോന്നി എനിക്ക്. കാറ്റർപില്ലർ, ഓപ്പർച്യൂണിറ്റി. ഓക്കെ, രണ്ടും സിമിലർ ആണ്, വളരെ സിമിലർ എനർജിയാണ്.
റിക്കവറി ആൻഡ് യു ആർ റെഡി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ശരിക്കും സെക്കൻഡ് പൈലിന്റെ കണ്ടിന്യൂഷൻ മാതിരിയുണ്ട്. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് പൈൽ കൂടി കാണാം. ഓക്കെ, ഞാൻ എൻ്റെ സൗണ്ട് എത്താൻ വേണ്ടിയിട്ട് ഫോണിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദൂരേക്ക് മാറിയാൽ നിങ്ങൾ സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഓക്കെ, എനിവേ യു ആർ റെഡി എന്ന് പറയുന്നുണ്ട് ആൻഡ് റിക്കവറി. ഓക്കെ, സോ ഇതിൽ തന്നെ മനസ്സിലാക്കാം. ആൻഡ് ഇവിടെ ഇതെന്തായിരുന്നു നേരത്തെ നമ്മൾ കണ്ടത്? ടവർ കാർഡ്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ എന്തോ വലിയ ടവർ മൊമെന്റ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് 5 of Cups ആണ് ഇവിടെ. സോ യെസ്, നിങ്ങൾക്കൊരു വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ചിലവർക്ക് കരിയർ ലോസ് ആയിരിക്കാം, കരിയറിൽ വല്ല ജോലി പോകുന്ന അങ്ങനെ കാര്യങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ് ലോസ് ആയിരിക്കാം, പണം നഷ്ടമായിരിക്കാം, ഹെൽത്തിൻ്റെ വല്ല ഇഷ്യൂസ് ആയിരിക്കാം, വലിയ മേജർ ഇഷ്യൂസ് വല്ലതും, ഹെൽത്തിൻ്റെ വല്ല പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ, എന്തായാലും വളരെ വലിയൊരു നഷ്ടത്തിൻ്റെ ഒരു കാര്യമാണ് കാണുന്നത്. ടവർ മൊമെൻ്റ് ആണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വന്നുപെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബ്രേക്കപ്സ് വന്നിട്ടുണ്ടാവാം റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ജോലി പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ വിടേണ്ടി വന്നു, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ആ രീതിക്ക് നിങ്ങൾക്ക് വലിയൊരു ലോസാണ് ഇവിടെ വന്നിരിക്കുന്നത്. സഡൻ കാര്യമാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കത് ലോസ് വന്നിട്ടുണ്ട്. ആൻഡ് അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, യെസ്, ഇത് വല്ലാത്ത ഒരു വിഷമം സ്റ്റേജ് തന്നെയാണ് അല്ലേ. ആൻഡ് നിങ്ങൾ ഇപ്പോൾ അതിനുശേഷം ഐ തിങ്ക് നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുക, ഇനി മുന്നോട്ട് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു ഫീലിംഗ് പോലെ. ഓക്കെ, നിങ്ങൾക്ക് അതായത് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം, ഓക്കെ, ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻഡിങ് ആയി എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞാൽ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇനി എന്താണ് എൻ്റെ ലൈഫിൽ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. ചിലപ്പോൾ ഇനി അടുത്ത ജോലി കിട്ടാനുള്ള സമയം എടുക്കും, എപ്പോഴാണ് കിട്ടുകയെന്നറിയില്ല, അങ്ങനത്തെ വെയിറ്റിംഗ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വെയിറ്റിംഗ്. അങ്ങനെ ഒരു വലിയൊരു ഇതാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഐ തിങ്ക് മേ ബി ഇതൊക്കെ പാസ്റ്റ് എനർജി പോലെയാണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. 5 of Cups ആക്ച്വലി നമ്മൾ പാസ്റ്റിൻ്റെ ലോസ് എന്ന രീതിക്കാണ് പറയുക. സോ ഇതും ഓൾറെഡി നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഐ തിങ്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷമത്തിൻ്റെ ഫേസിൽ നിന്ന് മേ ബി സ്റ്റക്ക് ഫേസിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ. ഓക്കെ, എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കിനി മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ ലൈഫിലൊന്നും മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ചില പ്രശ്നങ്ങൾ വന്നു, ഓക്കെ എല്ലാം കഴിഞ്ഞു, പക്ഷേ ഇപ്പം എനിക്കിനി മുന്നോട്ട് ഞാൻ എന്താണ് എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജി എനിക്കിനിപ്പോൾ ക്വീൻ ഓഫ് സോർട്സ് എനർജിയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിത് നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കുന്നത്. സോ നിങ്ങൾ ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ വളരെ ബോൾഡായിട്ട് നിങ്ങൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു ഫേസ് നമുക്ക് ശരിയാണ്, ലോസസ് വരും, നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വരും, പലതും നഷ്ടപ്പെടും. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ എവിടേക്കോ അത് കഴിഞ്ഞ് ആ സ്റ്റക്കായിട്ട് നിന്ന സമയത്ത് ഓക്കെ നിങ്ങളിലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനിലൊരു ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലൈക്ക് നിങ്ങൾ അവനവനെ ബോൾഡാക്കി എടുത്തതായിരിക്കാം. അതാ ഞാൻ പറഞ്ഞു, സെക്കൻഡ് പൈൽ കൂടി ഒന്ന് പോയി കാണൂ കേട്ടോ. ഐ തിങ്ക് അത് ഫസ്റ്റ് ഫേസും ഇത് സെക്കൻഡ് ഫേസും പോലെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ആ സ്റ്റക്കായിരുന്ന സമയത്ത് നിങ്ങൾ അവനവനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോൾ എനിക്ക് ക്വീൻ ഓഫ് സോർട്സ് എനർജിയിലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ വളരെ ബോൾഡായിട്ട് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, എന്ത് വന്നാലും ശരി ഞാൻ ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞ് തയ്യാറായിട്ട് ഇറങ്ങുന്ന പോലെ. ഓക്കെ, എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പോലെ. ആക്ച്വലി യെസ്, ഇവിടെ ട്രാൻസ്മ്യൂട്ടിങ് പെയിൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഉണ്ടായ വേദന, നിങ്ങൾക്ക് ഉണ്ടായ വിഷമം, ഓക്കെ, ആ വിഷമത്തിനെ നിങ്ങൾ നിങ്ങളുടെ ഒരു ശക്തിയായിട്ട് മാറ്റി. ഓക്കെ, ട്രാൻസ്മ്യൂട്ടിങ് പെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ പെയിനിനെ ഒരു രൂപമാറ്റം എന്ന രീതിക്ക് പറയാം. ഓക്കെ, അതായത് അതിനെ നമ്മൾ മാറ്റി നമ്മൾ ഉപയോഗിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് ആ പെയിന് നിങ്ങളെ ശക്തിപ്പെടുത്തി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളെ വളരെ ബോൾഡാക്കി നിങ്ങളെ. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ആ ഒരു വിഷമം യെസ് അതിൽ ഇരുന്നിട്ടുണ്ട്, നിങ്ങൾ ആ വിഷമത്തിൻ്റെ ഒരു ഫേസിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തിങ്ക് ചെയ്യാൻ തുടങ്ങി ദാറ്റ് ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിനെ മാറ്റിയെടുക്കേണ്ടത്. നിങ്ങൾ അവനവനെ മാറ്റിയെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പെയിനിനെ നിങ്ങൾ യൂസ് ചെയ്തു. ആ പെയിനെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനും നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാനും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ വാവ്, എനിക്ക് ലൈക്ക് വളരെയധികം അപ്രീസിയേഷൻ ഉണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, ആ പെയിനിനെ നിങ്ങൾക്ക് അല്ലാത്തവർ നിങ്ങളിത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആ പെയിനിനെ ഒരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് ആവാൻ വിടരുത്, നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കിയെടുക്കുക അതിന്. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് ഒരിക്കലും ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കരുത്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ച സിറ്റുവേഷൻസ് അതിൻ്റെ മുമ്പിലൊന്നും നിങ്ങൾ തോറ്റു കൊടുക്കരുത് ഒരിക്കലും. ഓക്കെ, അതിനെ യൂസ് ചെയ്ത് നിങ്ങളെ തന്നെ സ്ട്രെങ്ത് ആക്കിയിട്ട് അവരുടെ മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കാം. വ്യക്തി ആവണമെന്നില്ല, സാഹചര്യത്തിന് മുമ്പിൽ ഓക്കെ നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കാം. അതിനുള്ള ബോൾഡ്നെസ് നിങ്ങൾ അവനവനിൽ കൊണ്ടുവരാം. ഓക്കെ,
ആൻഡ് ഓപ്പർച്യൂണിറ്റി. യെസ്, നിങ്ങളുടെ മുമ്പിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ നിങ്ങളൊന്നും നിങ്ങളെ തന്നെ മാറ്റിയെടുത്ത് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട്. ആൻഡ് ഇത് കാറ്റർപില്ലർ പറഞ്ഞാൽ എന്താ, നമ്മളെ ഇത് കഴിഞ്ഞാൽ എന്താണ് കാറ്റർപില്ലറിന്റെ ഫേസ്, നമ്മൾ ശരിക്കും ഹാങ്മാൻ ഫേസ് ആണ്. കറക്റ്റാണ്, ഹാങ്മാൻ ഫേസ് ആണ് കാറ്റർപില്ലർ. അതായത് നിങ്ങളിപ്പോൾ ആ കുക്കൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ റെഡി ആവുന്ന പോലെയാണ്. എനിക്ക് ഇനി ഇതുവരെ പുറത്ത് വരുമ്പോൾ എന്താവും, ബട്ടർഫ്ലൈ ആവും അല്ലേ, ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് നിങ്ങളുടെ. യെസ്, എല്ലാം ആക്ച്വലി വളരെ മാച്ചായിട്ട് ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വരുന്ന സമയമാണ്. ഓക്കെ, സോ നിങ്ങളുടെ മുമ്പിൽ ഒരു ലൈക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ അതിന് ആക്ച്വലി യെസ്, യൂണിവേഴ്സ് പറയുന്നത് നോക്കൂ, നിങ്ങൾ തയ്യാറാണിപ്പോൾ, നിങ്ങളിപ്പോൾ തയ്യാറാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനുള്ള റെഡി ആയി. ഓക്കെ, നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു, വിഷമം അനുഭവിച്ചു. ഓക്കെ, പക്ഷെ ആ വേദന നിങ്ങളെ തളർത്താൻ നിങ്ങളെ വിട്ടില്ല. എനിക്ക് ഐ തിങ്ക് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളെ തന്നെ മാറ്റിയെടുത്തു. ഓക്കെ, നിങ്ങളെ തന്നെ മാറ്റിയെടുത്തപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്. യു ആർ റെഡി നൗ ഫോർ ദ ബ്ലെസ്സിങ്സ്. ഓക്കെ, നിങ്ങളിനി ബ്ലെസ്സിങ്സ് കിട്ടാൻ നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, ആൻഡ് റിക്കവറി വരുന്നു നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, ലൈക്ക് ചിലവർക്ക് ഹെൽത്തിൻ്റെ ആവാട്ടോ. ഓക്കെ, ചിലവർക്ക് സ്ട്രെങ്തിനെ നിങ്ങൾ എന്താ പറയുക ഓക്കെ, ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആക്കി എടുക്കാൻ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കാം. അതിൽ നിങ്ങൾക്ക് റിക്കവറി വരുന്നു എന്ന് പറയാൻ ചിലവർക്ക് കേട്ടോ. ചില മീൻസ് അതിന് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂ ശരിയല്ലാതെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് നിങ്ങൾ അവനവനെ തന്നെ സ്ട്രെങ്ത് ആക്കി അവിടെയും കൊണ്ടുവന്നിട്ടുണ്ടാവാം. ഓക്കെ, ഹെൽത്ത് നഷ്ടപ്പെടുന്നത് നമുക്കൊരു വിഷമം തന്നെയാണ് അല്ലേ. അതിലും നിങ്ങൾ ചിലപ്പോൾ അവനവനെ ഒന്ന് ബോൾഡ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ടില്ല, ഞാനിതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ, എക്സസൈസ് ചെയ്യണോ, ഹെൽത്തി ഫുഡ് കഴിക്കണോ, കുറേ ഡയറ്റ് ഫോളോ ചെയ്യണോ, അതോ എന്തൊക്കെയാണ്, ഐ തിങ്ക് എല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾ അവനവനെ ഒന്ന് ബോൾഡാക്കി എടുത്തിട്ടുണ്ടാവും. എന്തും ഞാൻ മാറ്റിയെടുക്കും എന്ന രീതിയിൽ. ഓക്കെ, സോ അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് റിക്കവറി വരുന്നു എന്ന് പറയാം, ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഒരു റിക്കവറി വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതെല്ലാം നിങ്ങൾക്ക് റിക്കവർ ആവും. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ കൂടിയുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ തയ്യാറാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആയി വരും. ഓക്കെ, ഇനി നിങ്ങൾ അവനവനെ ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, അവനവനെ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ തയ്യാറാവുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ലൈഫിൽ റിക്കവറി കൊണ്ടുവരും. ഓക്കെ, സോ പൈൽ 3 അതാണ് നമുക്കിവിടെ ഒരു ഐ ഹോപ്പ് നിങ്ങൾക്ക് നല്ല മെസ്സേജസ് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ല ഉത്സാഹിക്കട്ടെ. നന്ദി, നമസ്കാരം.